ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത 15 കണ്ടെയ്നർ മാമ്പഴങ്ങൾക്ക് US കസ്റ്റംസ് അധികൃതർ ഇറക്കുമതി അനുമതി നിഷേധിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് $5 ലക്ഷം, അതായത് ഏകദേശം 4.28 കോടി രൂപയുടെ നഷ്ടം നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ലോസ് ഏഞ്ചൽസ്, സാൻ ഫ്രാൻസിസ്കോ, അറ്റ്ലാന്റ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ തടഞ്ഞുവെച്ച ഈ മാമ്പഴങ്ങൾ തിരിച്ചയക്കുകയോ അവിടെ വെച്ച് നശിപ്പിക്കുകയോ ചെയ്യാനാണ് US അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ മാമ്പഴത്തിന്റെ പെട്ടെന്ന് കേടാകുന്ന സ്വഭാവവും തിരിച്ചുള്ള ഷിപ്പിംഗിന്റെ ഉയർന്ന ചെലവും കണക്കിലെടുത്ത് കയറ്റുമതിക്കാർ ഇവ നശിപ്പിക്കാൻ തീരുമാനിച്ചേക്കാനാണ് സാധ്യത. ഈ സംഭവം ഇന്ത്യൻ കർഷകർക്കും അതുപോലെ കയറ്റുമതി മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ്, പ്രത്യേകിച്ച് മാമ്പഴ സീസണിന്റെ ഏറ്റവും സുപ്രധാനമായ ഈ ഒരു സമയത്ത്. മാമ്പഴ കയറ്റുമതിക്ക് അനുമതി നിഷേധിക്കപ്പെട്ടതിന്റെ പ്രധാന കാരണം കീടനാശിനി പ്രക്രിയയായ ഇറേഡിയേഷൻ സംബന്ധിച്ച രേഖകളിലെ ക്രമക്കേടുകളാണ്. മാമ്പഴങ്ങൾ കീടങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കുന്നതിനും അവയുടെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി നടത്തുന്ന ഈ ഒരു പ്രക്രിയ US കാർഷിക വകുപ്പിന്റെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തേണ്ടതാണ്. ഇതിനായി മുംബൈയിലെ വാഷിയിൽ മഹാരാഷ്ട്ര അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ബോർഡിന്റെ കീഴിലുള്ള ഒരു അംഗീകൃത കേന്ദ്രത്തിൽ മെയ് 8, 9 തീയതികളിൽ മാമ്പഴങ്ങൾ ഇറേഡിയേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ പ്രക്രിയ US കാർഷിക വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. എന്നാൽ PPQ 203 എന്ന സർട്ടിഫിക്കറ്റ് ഫോമിൽ ഉദ്യോഗസ്ഥൻ തെറ്റായ വിവരങ്ങൾ നൽകിയതാണ് പ്രശ്നത്തിന്റെ മൂല കാരണമെന്ന് കയറ്റുമതിക്കാർ ആരോപിക്കുന്നു. ഈ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് മുംബൈയിലെ കേന്ദ്രത്തിൽ റേഡിയേഷൻ നടപടികൾ പൂർത്തിയാക്കിയത്. കയറ്റുമതിക്ക് ആവശ്യമായ ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതും ഇദ്ദേഹമാണ്. എന്നാൽ ഇദ്ദേഹം തെറ്റായ ഫോം നൽകിയതിനാലാണ് മാമ്പഴം തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് കയറ്റുമതിക്കാരുടെ വാദം. PPQ 203 ഫോം US-ലേക്കുള്ള മാമ്പഴ കയറ്റുമതിക്ക് വളരെ നിർണായകമാണ്. ഇത് ഇറേഡിയേഷൻ പ്രക്രിയ ശരിയായി നടന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു രേഖയാണ്. എന്നാൽ ഈ ഫോമിലെ പിഴവുകൾ മൂലം US കസ്റ്റംസ് അധികൃതർ 15 കണ്ടെയ്നറുകളും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ കയറ്റുമതിക്കാർ അവകാശപ്പെടുന്നത് എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി പാലിച്ചാണ് മാമ്പഴങ്ങൾ അയച്ചതെന്നാണ്. എന്നിട്ടും US അധികൃതർ ഇറക്കുമതി അനുമതി നിഷേധിച്ചതിന്റെ വ്യക്തമായ കാരണം വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിലെ ഔദ്യോഗിക ഏജൻസിയായ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് പോലും ഈ ഒരു വിഷയത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. 15 കണ്ടെയ്നർ മാമ്പഴങ്ങൾ വിപണിയിലെത്താതെ നശിക്കുന്നതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് 4.28 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മാമ്പഴങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഉയർന്ന ഗതാഗത ചെലവ് കാരണം പ്രായോഗികമല്ല. കൂടാതെ ഈ പഴങ്ങൾ യാത്രക്കിടെ കേടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കയറ്റുമതിക്കാർ മാമ്പഴങ്ങൾ US-ൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചേക്കും. ഇത് കർഷകർക്കും അതുപോലെ കയറ്റുമതി കമ്പനികൾക്കും വലിയ സാമ്പത്തിക തിരിച്ചടിയാണ്. അമേരിക്ക ഇന്ത്യൻ മാമ്പഴ കയറ്റുമതിയിൽ പ്രധാന വിപണിയാണ്. മെക്സിക്കോയ്ക്ക് ശേഷം US-ലേക്ക് ഏറ്റവും കൂടുതൽ മാമ്പഴം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. 2025 ആദ്യ 6 മാസങ്ങളിൽ 2000 മെട്രിക് ടൺ മാമ്പഴമാണ് അമേരിക്കയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 19% വർധനവാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഈ ഒരു സംഭവം ഭാവിയിൽ കർശനമായ പരിശോധനകൾക്ക് വഴിവെക്കുമെന്ന ആശങ്ക കയറ്റുമതിക്കാർക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്നു. മാമ്പഴ കയറ്റുമതിക്ക് US നിഷ്കർഷിക്കുന്ന കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇറേഡിയേഷൻ പ്രക്രിയ ഇതിൽ പ്രധാനമാണ്. കാരണം ഇത് കീടങ്ങളെ നശിപ്പിക്കുകയും അതുപോലെ പഴങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ മുംബൈയിലെ അംഗീകൃത കേന്ദ്രത്തിൽ US ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ നടന്നെങ്കിലും PPQ 203 ഫോമിലെ പിഴവുകൾ മൂലം ഷിപ്മെന്റുകൾ തടയപ്പെട്ടു. കയറ്റുമതിക്കാർ ആരോപിക്കുന്നത് US ഉദ്യോഗസ്ഥന്റെ പിഴവാണ് ഇതിന് കാരണമെന്നാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം ലഭ്യമല്ല. അമേരിക്കൻ മാമ്പഴ വിപണിയിൽ ഇന്ത്യക്ക് വലിയ സ്വാധീനമുണ്ട്. മെക്സിക്കോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാമ്പഴം ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 6 മാസത്തിൽ മാത്രം 2000 മെട്രിക് ടണ്ണിലധികം മാമ്പഴമാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിട്ടുള്ളത്. മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇത് 19% വളർച്ചയാണ് കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവം ഇന്ത്യൻ മാമ്പഴ കയറ്റുമതി മേഖലയെ ഗുരുതരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 19% വർധനവ് കാണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു തിരിച്ചടി കർഷകർക്കും കയറ്റുമതിക്കാർക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇത്രയധികം കണ്ടെയ്നറുകൾ റേഡിയേഷൻ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ തടഞ്ഞുവെച്ചതോടെ ഇനി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് കൂടുതൽ കർശനമായ പരിശോധനകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളാനാവില്ല. ഇത് ഭാവിയിൽ മാമ്പഴ കയറ്റുമതിയെ പ്രതികൂലമായി തന്നെ ബാധിക്കും. ഇന്ത്യൻ മാമ്പഴ കയറ്റുമതിക്ക് അമേരിക്കയിലെ വലിയ വിപണി നഷ്ടപ്പെടുന്നത് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാണ്. മാമ്പഴം സീസൺ ആയതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ തീരുമാനം ഇന്ത്യൻ കർഷകർക്കും വലിയ തിരിച്ചടിയാണ്. വിളവെടുത്ത മാമ്പഴം വിപണിയിൽ എത്തിക്കാൻ കഴിയാതെ വരുന്നത് കർഷകരെയും ദുരിതത്തിലാക്കും. 4.28 കോടി രൂപയുടെ നഷ്ടവും അതുപോലെ 15 കണ്ടെയ്നർ മാമ്പഴങ്ങളുടെ നാശവും ഈ മേഖലയിലെ പ്രതിസന്ധികളെ വ്യക്തമാക്കുന്നു. PPQ 203 ഫോമിലെ പിഴവുകൾ പോലുള്ള ഡോക്യുമെന്റേഷൻ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ കർശനമായ നടപടികൾ ആവശ്യമാണ്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തി ഇത്തരം പ്രശ്നങ്ങൾ ഭാവിയിൽ ഒഴിവാക്കേണ്ടതുണ്ട്.